ഇത് കോതമംഗലത്ത് കാട്ടാന കിണറ്റിൽ വീണ കോട്ടപ്പടിയിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. കിണറിടിക്കാനായി വനം വകുപ്പ് എത്തിച്ച മണ്ണുമാന്തി യന്ത്രം നാട്ടുകാർ പിടിച്ചു വച്ചിരിക്കുകയാണ്. വനം വകുപ്പ് പറഞ്ഞു പറ്റിച്ചു എന്ന് നാട്ടുകാർ പറയുന്നു. വിവരങ്ങളുമായി ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, ഇന്നലെ മുതൽ തന്നെ അവിടെ സ്ഥലത്ത് പ്രതിഷേധം നടക്കുകയാണ്. അധികൃതരൊക്കെ ആനയെ പിന്തുടർന്ന് പോയി തിരികെ എത്തിയതിന് ശേഷം ഇക്കാര്യത്തിൽ ഒരു തീർപ്പാവുമെന്നായിരുന്നല്ലോ കരുതിയിരുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി മുതൽ തുടർച്ചയായി ഇവരൊക്കെ ഈ മണ്ണുമാന്തി യന്ത്രം അവിടെ നിന്ന് വിടാതെ പ്രതിഷേധം നടത്തുകയായിരുന്നു. എന്താണ് ഇപ്പോൾ സ്ഥലത്തെ അവസ്ഥ? മോത്തി, ഇന്നലെ ആന കിണറ്റിലുണ്ടായിരുന്നപ്പോൾ വനംവകുപ്പും റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ തന്നെ സ്ഥലത്തുണ്ടായിരുന്നു. പക്ഷേ ആന കയറിപ്പോയപ്പോൾ അവരും കൂട്ടത്തിൽ ഓടിപ്പോയി എന്നതാണ് ഈ നാട്ടുകാരുടെ പരാതി. അവർ മണ്ണുമാന്തി യന്ത്രം ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ കിണർ വൃത്തിയാക്കി നൽകാതെ, അതായത് ഇത് ഇപ്പോൾ പൊളിഞ്ഞ് വിട്ടു നൽകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്കൊരു കൃത്യമായ ഒരു ഉറപ്പ് കിട്ടണം, ഇത് നന്നാക്കി നൽകുമെന്നത്. ഇപ്പോൾ നമുക്ക് ഈ വീട്ടുടമസ്ഥനായ കുഞ്ഞപ്പൻ ചേട്ടൻ നമുക്കൊപ്പം ഉണ്ട്. അദ്ദേഹം ഏതാണ്ട് 5.5 വർഷമെടുത്ത് പണിത് ഉണ്ടാക്കിയ ഒരു കിണറാണ്. അത് ഈ രീതിയിൽ പോയതിൽ അദ്ദേഹത്തിന് വലിയ ആശങ്കയുമുണ്ട്. എന്താണ് ഇന്നലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും ഒന്നും പറഞ്ഞില്ല? ഇന്നലെ മുതൽ സ്ഥലത്ത് പ്രതിഷേധം നടക്കുകയാണ്. ഒരു കാലങ്ങളായി ഉപയോഗിച്ചിരുന്ന കിണറാണ്, വർഷങ്ങളെടുത്ത് പണിത് പൂർത്തിയാക്കിയ ഒരു കിണറാണ്. അതിലാണ് ആന വീഴുകയും തുടർന്ന് ആ കിണർ ഇടിച്ച് ആനയ്ക്ക് കരയ്ക്ക് കയറാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തത്. കിണറിന് മാത്രമല്ല, വാഹനം മണ്ണുമാന്തി യന്ത്രം അടക്കമുള്ള വാഹനം ആ സ്ഥലത്തേക്ക് കടന്നു വരുന്ന സമയത്തും ആ ഭാഗത്തുള്ള കൃഷിക്ക് നാശം സംഭവിക്കുകയും ഭൂമിക്ക് നാശം സംഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് നഷ്ടം ഈ സ്ഥലം ഉടമയ്ക്കും കിണർ ഉടമയ്ക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നികത്തുന്ന ലക്ഷണം കാണുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനാണിപ്പോൾ ഈ ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ ഇവർ പറയുന്നുണ്ടായിരുന്നു, ആനയെ മയക്കുവെടി വെച്ച് മറ്റൊരു കാട്ടിലേക്ക് മാറ്റണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. ബിനിൽ, ഇപ്പോഴും ഈ പ്രതിഷേധം അങ്ങനെ തന്നെ നടക്കുന്നുണ്ടോ? അധികൃതർ ആരെങ്കിലും സ്ഥലത്തെത്തിയിട്ടുണ്ടോ പ്രതിഷേധക്കാരുമായി സംസാരിക്കാൻ? രണ്ടുപേർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ തീരുമാനമായി കഴിഞ്ഞാൽ ഞങ്ങൾ വിട്ടുകൊടുത്തേക്കാം. ബിന്നിൽ കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. സാങ്കേതിക തകരാറാണ്. ബിന്നിലേക്ക് നമുക്ക് പിന്നീട് മടങ്ങി വരാം. അപ്പോൾ ഇതാണ് അവിടുത്തെ അവസ്ഥ. മണ്ണുമാന്തി യന്ത്രം പിടിച്ചു വെച്ച് ഇപ്പോഴും സമരം നടക്കുകയാണ് അവിടെ.